ഹാർലി ഡേവിഡ്സൺ X440. ഇതാണ് ഇതിൻ്റെ CC വരുന്നത്, 440 cc. ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ചാവി ഓണാക്കി ഇഗ്നിഷൻ ഓണാക്കിയാൽ ഇപ്പോൾ സൈഡ് സ്റ്റാൻഡിലാണെങ്കിൽ സൈഡ് സ്റ്റാൻഡ് അവിടെ കാണിക്കും, സൈഡ് സ്റ്റാൻഡിലുള്ളത്. അതുപോലെ തന്നെ ഏത് ഗിയറിലുള്ളതെന്ന് വെച്ചാൽ അതും ഇവിടെ കാണിക്കും, ഫസ്റ്റ് ഗിയറിലുള്ള. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ നമ്മൾ സ്റ്റാർട്ടാക്കാൻ പറ്റില്ല സൈഡ് സ്റ്റാൻഡിൽ, ഈവൻ ക്ലച്ച് പിടിച്ചാൽ പോലും സ്റ്റാർട്ടാവില്ല. നമ്മൾ സൈഡ് സ്റ്റാൻഡ് തട്ടിയിട്ട് സ്റ്റാർട്ടാവും. അതേപോലെ തന്നെ ഈ ഫസ്റ്റ് ഗിയറിൽ നമ്മൾ സ്റ്റാൻഡ് തട്ടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓഫായി പോകും. ഇത് ഡബിൾ ഇൻഡിക്കേറ്റർ സ്വിച്ച്. ഇവിടെ SOS ഇൻ കേസ് ഓഫ് എമർജൻസി എന്തുണ്ടെങ്കിൽ നമുക്കിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് അലേർട്ട് പോകും. പിന്നെ ഇപ്പുറത്ത് ഹോണ്, ഇൻഡിക്കേറ്റർ. ഹോണ് ഭയങ്കര മോശമാണ് ഇതിൻ്റെ ഹോണ്. ഇപ്പോൾ ഞാൻ മാറ്റുന്നുണ്ട്, വേറെ ഹോൺ വെക്കണം. ഇതൊരു പഴയ സാധാ ഹോൺ പോലെ ഉണ്ട്. പിന്നെ ഇതൊക്കെ മീറ്ററിലെ മെനു കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ്. ബാക്ക് ബട്ടൺ, OK ബട്ടൺ, പിന്നെ അപ്പ് ഡൗൺ. ഈ പാസ് ലൈറ്റിൻ്റെ സ്വിച്ച് ഇങ്ങനെ വരുന്നത്. പിന്നെ ഇൻഡിക്കേറ്റർ. ഇതാണ് ഇതിൻ്റെ ഹെഡ് ലാമ്പിൻ്റെ ലൈറ്റ് വരുന്നത്. അവിടെ ഹാർലി ഡേവിഡ്സൺ എന്നുള്ള എഴുതിയിട്ടുണ്ട്. ഇതാണ് പാസ് ലൈറ്റ്. ഇതാണ് ബാക്ക് ലൈറ്റ് വരുന്നത്. ഇവിടെ കിക്കറില്ല, സെൽഫ് മാത്രമേ ഉള്ളൂ ഇതിന്. കിലോമീറ്റർ ഉണ്ട് ഇവിടെ. പിന്നെ ഗിയർ കാണിക്കുന്നുണ്ട്. മെനു എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് എ, പിന്നെ അതിൻ്റെ ടൈം, ആ ട്രിപ്പിൻ്റെ ടൈം അത് നമുക്ക് സെറ്റ് ചെയ്ത് ആവറേജ് സ്പീഡ്, ആവറേജ് ഫ്യൂവൽ ഒക്കെ കാണിക്കും. ബാക്ക് ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ട്രിപ്പ് B ഉണ്ട്, അതും അതേപോലെ തന്നെ. പിന്നെ അതിൽ തന്നെ ഡേറ്റ് ഉണ്ട്, ടുഡേയ്സ് ഡേറ്റ്. പിന്നെ സർവീസ് ഡ്യൂ. ഇതിപ്പോൾ ഫസ്റ്റ് സർവീസ് ഞാൻ കഴിഞ്ഞു. സെക്കൻഡ് സർവീസ് വരുന്നത് 5000 കിലോമീറ്ററിലാണ്. ബാക്കി ഓൾറെഡി ഓടി. ഇനി അതിങ്ങനെ കിലോമീറ്റർ ഓടുന്തോറും ഇതിങ്ങനെ കുറഞ്ഞ് വന്നിട്ട് നമുക്ക് ആ ഡേറ്റ് കിട്ടും. പിന്നെ ട്രിപ്പ് A, ട്രിപ്പ് B പറഞ്ഞു. പിന്നെ റേഞ്ച് നമ്മൾ ഓടിക്കഴിയുമ്പോൾ നമ്മൾ എത്ര റേഞ്ച്, കിലോമീറ്റർ എത്ര കിട്ടും എന്നുള്ളത്, നമ്മുടെ കറണ്ട് കിലോമീറ്റർ എത്ര കിട്ടും എന്നുള്ളത് അതിൽ കാണും. ഓക്കെ. ഇനി മെയിനായിട്ട് ഇതിൻ്റെ സൗണ്ടാണ്. അടിപൊളി സൗണ്ടാണ് ഇതിൻ്റെ. മറ്റൊരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ മെനു വരും. അതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഡിസ്പ്ലേ മാറ്റാനും പിന്നെ കിലോമീറ്റർ സെറ്റ് ചെയ്യാൻ, പിന്നെ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് വണ്ടി ഇതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് കണക്ട് ചെയ്യാം. ഹാർലീൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഹാർലി ഡേവിഡ്സൺ കണക്ട് എന്നാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ പേര്. ഹാർലി ഡേവിഡ്സൺ കണക്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഫസ്റ്റ് നമ്മുടെ കിലോമീറ്റേഴ്സൊക്കെ ഇതിൽ കാണിക്കും. പിന്നെ അതിൻ്റെ ഫ്യൂവൽ എത്ര ഉണ്ടെന്ന് കാണിക്കും. പിന്നെ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ സെറ്റിങ്സ്, സ്പീഡിങ് അലേർട്ട്. നമുക്ക് ഒരു പർട്ടിക്കുലർ കിലോമീറ്റർ സ്പീഡ് സെറ്റ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്പീഡിൽ പോകുമ്പോൾ ഇതിൽ അലാം അടിക്കും. അടുത്ത ഇതിൽ നാവിഗേറ്റ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ഇതിലൊരു പയ്യോളി അടിച്ചിട്ട് ലൊക്കേഷൻ ഓണാക്കി സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും. ഇവിടെ മീറ്ററിൽ നമുക്ക് ഇതിങ്ങനെ ലെഫ്റ്റ്, റൈറ്റ്, സ്ട്രെയിറ്റ് അത് ഇതിൽ മീറ്ററിൽ കാണിക്കും, നാവിഗേഷൻ മീറ്ററിൽ കാണിക്കും. നെക്സ്റ്റ് ഇതിലുള്ള നല്ലൊരു ഓപ്ഷനാണ് ഫൈൻഡ് വെഹിക്കിൾ. നമ്മുടെ ഈ ആപ്ലിക്കേഷനിൽ ഫൈൻഡ് വെഹിക്കിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ബീപ്പ് സൗണ്ട് വരും. വണ്ടി എവിടെയാണല്ലോ അവിടെ നിന്ന് ബീപ്പ് സൗണ്ട് വരും. പിന്നെ അടുത്ത ഓപ്ഷനാണ് ട്രാക്ക്. നമ്മുടെ
വണ്ടിയുടെ ലൊക്കേഷൻ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ടാങ്ക് മേലെ ഈ സ്റ്റിക്കർ ഞാനിപ്പോൾ ഒട്ടിച്ചതാണ്. ഇത് മാറ്റ് ഫിനിഷുള്ള സ്റ്റിക്കർ ഒട്ടിച്ചതാണ് ടാങ്ക് മേലെ. പിന്നെ ഇതെല്ലാം മറ്റൊരു ഓപ്ഷനാണ് ഡയഗ്നോസ്. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ റൺ ഡയഗ്നോസ് കൊടുത്താൽ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ഇതിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഓൾ ഓക്കെയാണ്. അതേപോലെ ഇവിടെ SOS ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷനിൽ ഏതാണ് നമ്പർ കൊടുത്തത് ആ നമ്പറിലേക്ക് SMS വരും. അവിടെ ഇപ്പോൾ SMS വന്നിട്ടുണ്ട്. അവിടെ ലൊക്കേഷൻ വരെ അവിടെ കൊടുക്കും. വി ഹാവ് ഡിറ്റക്റ്റഡ് എ പാനിക് അലേർട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞപ്പോൾ വണ്ടി ഒന്നുകൂടെ സ്മൂത്തായി. ഇതുവരെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. നല്ല പുള്ളിങ്ങൊക്കെ ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു കഴിഞ്ഞാൽ അത് ഇതിൽ കാണിക്കും. അപ്പോൾ നമുക്ക് അവിടെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഓക്കെ കൊടുക്കുക.